വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്യാൻ വരുന്ന മിക്കവരും ഒഴിവാക്കാറില്ല ഗാംഗ്രിയിൽ നിന്നും വെറും 7 കിലോമീറ്റർ ട്രക്ക് ചെയ്തെത്താവുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗുരുദ്വാര ഹേംകുണ്ട് സാഹിബ്. അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇന്നലെ ട്രക്കിൽ പരിചയപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ചു നേരം വെയിലൊക്കെ കൊണ്ടുനിന്ന് വൈകിയാണ് യാത്ര തുടങ്ങിയത്. ലക്ഷ്മൺ ഗംഗ വെള്ളച്ചാട്ടത്തിലെ മിസ്റ്റിൽ വെയിലടിച്ച് വെള്ളപ്പുക പോലെ ഒഴുകി നടക്കുന്നുണ്ട്. ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാര വരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്തോ മ്യൂളിൻ്റെ പുറത്തോ സവാരി നടത്താട്ടോ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വഴിയിലൊരു കടയിൽ കയറി തിരക്കിയപ്പോൾ ചോലെ കുൽച്ചയുണ്ടെന്ന് പറഞ്ഞു. സാധനം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഒരെണ്ണം പോരട്ടെ എന്ന് കടക്കാരൻ കൃഷ്ണപാൽ ചേട്ടനോട് പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായിട്ട് കൃഷ്ണേട്ടൻ ഈ കട വിട്ട് എവിടെയും പോയിട്ടില്ലാത്രേ. ഏച്ചു കെട്ടിയ കടയുടെ പുറകിൽ നിലത്തൊരു പായ വിരിച്ചാണ് കക്ഷിയുടെ ഉറക്കം. കടയിലേക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് കുതിരപ്പുറത്ത് ഇങ്ങോട്ടെത്തും. മഞ്ഞ് പെയ്യുന്ന 6 മാസം പണിയില്ലാത്തതുകൊണ്ട് ഉള്ള 6 മാസം 12 മാസത്തെ ജോലി ചെയ്യുന്ന പല മനുഷ്യജന്മങ്ങളിലെ ഒരു കൃഷ്ണേട്ടൻ. ഒരു വീതിയുള്ള ബ്രെഡിന്റെ കഷ്ണം എണ്ണയിൽ മുരിച്ച് അതിലൊരു വെട്ടിട്ട് അതിൽ കടലയും ഉരുളക്കിഴങ്ങും മിക്സാക്കി ഉണ്ടാക്കി ഒരു തിക്ക് ഗ്രേവി സ്റ്റഫ് ചെയ്ത് അതിൽ കുറച്ച് അരിഞ്ഞു വെച്ച് സബോളയും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. എന്നാ ടേസ്റ്റ് എൻ്റെ കർത്താവേ എന്ന ആദ്യത്തെ ബൈറ്റിൽ നാക്ക് വയറിനോട് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ചോല കുൽച്ച വയറിന്റെ LOC കടന്നകത്ത് കയറി. കൃഷ്ണേട്ടനോട് നന്ദിയും യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും നടന്നു തുടങ്ങി. നടത്തം കുറച്ച് കട്ടിയാണെങ്കിലും യാത്രയിൽ മഞ്ഞു മൂടിയ മലകളിൽ തട്ടി നിൽക്കുന്ന വെള്ളമേഘങ്ങൾ കാണാം. കൂടാതെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് പോയ വഴികളും താഴെ ചകിരിനാര് പോലെ കാണാനുണ്ട്. വെള്ളച്ചാട്ടവും പൂക്കളും ഒക്കെ കണ്ടങ്ങനെ നടക്കുമ്പോൾ വഴിയിലൊരു ചേട്ടൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. ഒരു തരത്തിൽ അങ്ങേരെ എഴുന്നേൽപ്പിച്ചിരുത്തിയപ്പോഴേക്കും കുറച്ചുപേര് സഹായത്തിന് വന്നു. വന്നവർ BP എന്നും പറഞ്ഞ് ORSും ഗ്ലൂക്കോസും എല്ലാം അങ്ങേർക്ക് കൊടുക്കുന്നുണ്ട്. കോവിഡ് കാലം മുതൽ കൂടി ഒരു ഓക്സിമീറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിരലിൽ വെച്ച് നോക്കിയപ്പോൾ ഓക്സിജൻ ലെവൽ 70. കൃത്യസമയത്ത് ഒരു ട്രക്ക് ലീഡർ വന്ന് ഓക്സിജൻ കാനിൽ 2-3 പഫ് കൊടുത്തതും ചേട്ടൻ കണ്ണും തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദീർഘനിശ്വാസവും വിട്ട് കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിൻ്റെ കുപ്പി ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് വീണ്ടും കയറി തുടങ്ങി. ഇത്ര നടന്നിട്ടും എത്താത്ത പോലത്തെ ഒരു ട്രക്ക്. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശരീരത്തിനെ പറ്റിക്കാൻ മൂളിപ്പാട്ടും പാടി കാഴ്ചകളും കണ്ട് കൂടുതൽ വാശിയോടെ വീണ്ടും മുന്നോട്ട്. ഭാഗത്ത് പ്രോപ്പറായിട്ട് വഴിയുണ്ട് കേട്ടോ. എന്നേക്കാൾ ഒരുപാട് മുമ്പിൽ പോയ ആൾക്കാരാണത് ഈ താഴ്ത്തു കൂടെ വരുന്നത് കേട്ടോ. അവർ ഈ ഷോർട്ട് കട്ട് കയറാൻ നോക്കിയിട്ടേ ഇതൊക്കെ അവർ എത്ര മുമ്പിൽ പോയതാണോ. ഞാൻ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു കുറേ മുമ്പിൽ പോയതാ. ഒരുമിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മര്യാദയ്ക്ക് ഈ റാമ്പ് കൂടെ കയറി വന്നാൽ മതി. പക്ഷെ ആൾക്കാർക്ക് ആ ഷോർട്ട് കട്ട് അങ്ങോട്ട് ശീലിച്ചു പോയി. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അതിൽ കുത്തനെ കയറ്റാതെ എന്നിട്ട് ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് AMSൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഭയങ്കര മണ്ടത്തരാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 80%, 75-80% എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്ലേഷ്യർ ഉണ്ട്. അതായത് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് പെയ്ത് 8 അടി പൊക്കത്തിലൊക്കെ ഇവിടെ മഞ്ഞായിരിക്കും. പിന്നെ ഏപ്രിൽ, അതായത് ഞാൻ ഒക്ടോബർ കഴിഞ്ഞ് ഏപ്രിൽ ഈ സിഖ് പിൽഗ്രിംസൊക്കെ വന്നിട്ട് കർസേവക് എന്നാണ് പറയുക. അവർ വന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ മഞ്ഞൊക്കെ മാറ്റി ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യും. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാണ് ഈ നിലയിലേക്ക് എത്തിക്കുക. പക്ഷെ ഇവിടെ ഈ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഗ്ലേഷ്യർ ഉണ്ട്. കാണിച്ചു തരാം. ഈ വെള്ളമൊക്കെ ഗ്ലേഷ്യറിന് വിളിച്ചു വരണം കേട്ടോ. അപ്പോൾ ദേ ആ കാണുന്നതാണ് ഗ്ലേഷ്യർ. അപ്പോൾ ഇന്നലെ നമ്മൾ ഓർമ്മയിട്ടില്ലല്ലോ, വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്തപ്പോൾ നമ്മൾ താഴെ ഒരു ഗ്ലേഷ്യർ കാണിച്ചു തന്നെയായിരുന്നു. പക്ഷെ നമ്മളിതിപ്പോൾ ഗ്ലേഷ്യറിൻ്റെ തൊട്ടടുത്ത് കൂടെയാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിവർ ക്ലിയർ ചെയ്യണതാണ് യാത്രക്കാർക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വഴിക്ക് വീഴുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ക്ലിയർ ആണ്. ഞാൻ ഒന്ന് താഴെ നോക്കി നടക്കട്ടെ കേട്ടോ. അവർക്ക് മതിയായിട്ടില്ല കേട്ടോ. അവർ പിന്നെ എന്തേ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവർ ഇതിലെയാണ് നടന്നു പോണേ. ഞാൻ ഇതിലേ ഇങ്ങനെ കറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ആരാണ് ആദ്യം എത്തണേ നമുക്ക് നോക്കാം. ഞാൻ സ്പീഡൊന്നും കൂട്ടണില്ല ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സാവധാനമാണ് നടക്കണേ. നോക്കാം നമുക്ക് ആരാ ആദ്യം എത്താണ്. കണ്ടോ, പകുതി ദൂരം പോലും അവർ 3 പേര് എത്തിയിട്ടില്ല. എടുക്കുന്ന എഫേർട്ടോ
അതിൻ്റെ ഡബിള്. അപ്പോൾ അതാണ് പറയണേ. ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു മിനിറ്റ്, ഈ ഭാഗത്ത് വരുമ്പോൾ ആവശ്യമില്ലാത്ത പണികളൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഈ റാമ്പ് കൂടെ തന്നെ കയറുക. വേണമെങ്കിൽ ഇറങ്ങുമ്പോൾ ഇതിലിറങ്ങിക്കോ, സ്കിഡ് ചെയ്താലും വരച്ച് അങ്ങോട്ട് പൊക്കോളും. പക്ഷെ കയറുമ്പോൾ ഈ വിഡ്ഢിത്തരം കാണിക്കരുത്. സൈഡ് കണ്ട ആ ഗ്ലേഷ്യർ ഇവിടുന്ന് വന്നെ നോക്കി. ഓ ഇത് രസമാണ് നോക്ക്. ഇങ്ങനെ അത് പോണേ. അതിലിങ്ങനെ ഈ പൈൻ മരങ്ങളോ അതിൻ്റെ അല്ലെങ്കിൽ പുല്ലിൻ്റെയൊക്കെ അങ്ങനെ ഭാഗങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഉണങ്ങിയ ഗ്രാസോ അങ്ങനെ എന്തൊക്കെയോ എൻ്റെ അകത്തുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. ഇത്ര ദൂരത്ത് തന്നെ മോനെ താങ്ങൂ പോവാ. എൻ്റെ അമ്മ എത്ര ദൂരം എനിക്ക് കയറാൻ. അങ്ങോട്ടൊക്കെ കയറണം. ഇനി മുകളിലെത്തണം. എന്താ ഭാഗത്ത് എവിടെയോ ഇത്ര അടുത്ത് എത്തുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ സാധനം നടക്കുന്ന വഴിയിലുണ്ടാവും, അത് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഭാഗത്തെത്തും ഞാൻ അറിഞ്ഞില്ല. എന്താല്ലേ പ്രകൃതിയുടെ ഓരോരോരോ സംഭവങ്ങളെ. എന്തൊക്കെ ഐഡിയാസല്ലേ പ്രകൃതിക്ക്. വേണ്ട അതിങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെയാണ് ഗ്ലേഷ്യറിന് നമുക്ക് വെള്ളം കിട്ടണത്. ഇതുകൊണ്ടാണ് ഗ്ലേഷ്യേഴ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം തണുപ്പുള്ള സമയത്ത് ഇതിങ്ങനെ അടിഞ്ഞുകൂടും. പതുക്കെ സമ്മറിൽ അതിങ്ങനെ ഉരുക്കി ആ വെള്ളം അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം കിട്ടും. ഈ വർഷം മഞ്ഞ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞും തൊട്ടു. ജൂലൈയിലാന്ന് ആലോചിക്കണം. നമ്മളിത് ഫൈനൽ ലാപ്പിൽ എത്തിയേക്കാണ് കേട്ടോ. ഫൈനൽ ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു 3/4 മണിക്കൂർ എടുക്കുമായിരിക്കും. ഇതിലെ സ്റ്റെപ്പുകൾ കണ്ടോ, സ്റ്റെപ്പുകൾ ഇങ്ങനെ കുത്തനെ സ്റ്റെപ്പുകൾ മുകളിലേക്ക് പോവാണ്. ഇത് കൂടാതെ നമുക്കിതിങ്ങനെ റാമ്പ് പോലെ ഉണ്ട്, കുതിരകളൊക്കെ പോകുന്ന വഴി. അപ്പോൾ മുട്ടിന് പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വഴി പോകണത് നല്ലത്. എൻ്റെ മുട്ടിന് പ്രശ്നമുണ്ട്, ഞാൻ മിക്കവാറും ഇതിലായിരിക്കും പോകണേ. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ലസ്സി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് പണ്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ലഡാക്കിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ലഡാക്കിൽ എത്തുമ്പോൾ പറഞ്ഞുതരും, ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇതിലെ നടക്കാമെന്ന് വിചാരിക്കണം. 60 രൂപ കേട്ടോ. 25 രൂപയുടെ ലസ്സിക്ക് 60 രൂപയാണ്. ഗുരുദ്വാരയിലെ പ്രേയേഴ്സൊക്കെ കേട്ടു തുടങ്ങി കേട്ടോ. ഞാൻ ഈ ട്രക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇന്നലത്തെ വാല്യൂ ഫ്ലവേഴ്സ് പോലെ ഉള്ളൊരു ട്രക്ക് തന്നെ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ നല്ലോണം ഓൾട്ടിറ്റ്യൂഡ് കയറിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 15,000 ഫീറ്റ് എബവ് സീ ലെവലാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ കാഴ്ചകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിപ്പോൾ മേഘങ്ങളോടൊപ്പമാണ്. ഇതുണ്ടോ, മേഘങ്ങളൊക്കെ നമ്മുടെ ഒപ്പം എത്തി. ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ. ഇപ്പം ആ ഒരു ഗ്ലേഷ്യർ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് മേഘങ്ങളിൽ നിന്ന് അങ്ങോട്ട്. ഹായ്, രസമുണ്ട് കേട്ടോ അത് കേട്ടിങ്ങനെ നടക്കാൻ. നമ്മൾ 8:45 കയറി തുടങ്ങിയതാട്ടോ. സമയം ഇപ്പോൾ 12:30. 3.25 മണിക്കൂർ എടുത്തു. അങ്ങനെ നമ്മൾ വേൾഡ്സ് ഹയസ്റ്റ് ഗുരുദ്വാരയിൽ എത്തിയിട്ടാണ് കേട്ടോ. ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദ്വാരയിൽ എത്തിയേക്കാണ്. മരത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം. ഇന്നലെ ഞാൻ വാല്യൂ ഫ്ലവേഴ്സ് ട്രക്ക് കഴിഞ്ഞ് വരുമ്പോൾ താഴെ പരിചയപ്പെട്ട കേട്ടോ അവർ, ആ പഞ്ചാബീസ്. അപ്പോൾ അവർക്ക് ഇന്നലെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ ഏത് ഫോണാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ബാറ്ററി ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തരുമോ, എനിക്ക് കുറച്ച് നടന്ന് വരുന്ന സെൽഫി വീഡിയോസ് എന്തൊക്കെയോ വീഡിയോസ് എടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തു. അവർ എൻ്റെ ഫോണിൽ വീഡിയോസ് എടുക്കുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതുണ്ടല്ലോ, തലയെ കെട്ടാനൊരു സാധനം വേണം. ഇതുകൊണ്ടൊന്നും മതിയാവില്ല. അരമ്പാൽ എന്നാണ് പറയണേ തലയെ കെട്ടുന്ന തുണിക്ക്. അപ്പോൾ അരമ്പാൽ കെട്ടിയിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. തലയിൽ സാധനം കെട്ടിയതിന് 50 രൂപ വേണമെന്ന് പറഞ്ഞു കേട്ടോ. സേവയ്ക്കായിട്ട് 50 രൂപ കൊടുത്തു.
ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. നല്ലോണം കാല് കഴിക്കുന്നതായിരുന്നു, നല്ലോണം കിതയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചെരുപ്പ് വയ്ക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് തന്നെ വെറുതെ എടുത്ത് വെക്കാം, പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ചെരുപ്പ് വെച്ചു. ഈ ഭാഗത്താണ് ഇവരുടെ അമ്പലം വരുന്നത്, അതായത് ഗുരുദ്വാര വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ഇതിനേക്കാളൊക്കെ രസമുള്ള ഒരു സാധനം എന്താണെന്നറിയോ? ഹേംകുണ്ട് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവ് വരുന്ന ലേക്കാണെന്നാണ് പറയണത്. കണ്ടു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ തോന്നില്ല, എന്നാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കാണണ്ടേ? എന്തൊരു ഭംഗിയാണെന്നറിയോ? എനിക്ക് അതിൽ ചാടാൻ തോന്നുന്നുണ്ട്. ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ വരുന്ന പിൽഗ്രിംസ് ഒക്കെ ഇവിടെ കുളിച്ചിട്ട് ആണ് ഈ ഗുരുദ്വാരയുടെ അകത്തേക്ക് കയറാന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരുടെ വിശ്വാസമൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഹാത്തി പർവ്വതം, ഒരു സപ്തഋഷി പീക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാത്തി പർവ്വതം, സപ്തഋഷി പീക്കുമാണ് ഈ ലേക്കിനെ ഫീഡ് ചെയ്യുന്നത്. അതായത് ഈ ലേക്കിലേക്കുള്ള വെള്ളം വരുന്നത് ഈ 2 പീക്കെന്നോ ഈ പർവ്വതം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിൽ കാണാം, അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ദൂരം മുകളിൽ ഹൈറ്റിൽ നിന്നൊരു വെള്ളച്ചാട്ടം, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. അത് ഈ ലേക്കിലേക്കാണ് വരുന്നത്. ഇത് രസമാണെന്നറിയോ? ഭയങ്കര ക്ലീനാണ് വെള്ളം. നമുക്ക് അടിയിലേക്കൊക്കെ കാണാം കേട്ടോ, അടിയിൽ പാറകല്ലൊക്കെ കിടക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കി, 15,000 അടി മുകളിൽ ഇങ്ങനൊരു ലേക്ക്. അത് ഈ ഹേംകുണ്ട് എന്ന് പറഞ്ഞാണല്ലോ, ഞാൻ പറയാൻ മറന്നുപോയി. ഹേംകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ, കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലേക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തണുപ്പ് കാലത്ത് ഇത് മൊത്തം ഐസാവും. ഇതിങ്ങനെ ഐസ് കട്ട് ചെയ്യും, വലിയൊരു ഐസ് കട്ട. ആ ഭാഗമൊക്കെ കണ്ടോ? ഇവിടെയൊക്കെ ഞാൻ വന്നപ്പോൾ ഇത് കാണാമായിരുന്നു കേട്ടോ. മുകളിൽ നമുക്ക് മലകളൊക്കെ കാണാമായിരുന്നു. ഇപ്പം അത് മൂടൽമഞ്ഞ് വന്നിട്ട് അങ്ങനെ പോയി. പിന്നെ ആ ഒരു പച്ചപ്പും ആ ലേക്കിന് ആ ഒരു ഭാഗത്തൊരു പച്ചപ്പും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഇത്തിരി ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആ ഗുരുദ്വാര, അതായത് ഇതൊക്കെ ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ മാറാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ ഈ സിഖുകാരൊക്കെ വന്നിരുന്നിട്ട് അവരിവിടെ നിന്ന് കുളിച്ചിട്ട്, ഇപ്പം ആരും കുളിക്കണ കാണാനില്ല. നേരത്തെ 2 ടൂറിസ്റ്റ് ഇങ്ങനെ കാല് വെള്ളത്തിലേക്ക് ഇട്ടിരുന്നപ്പം ഇത് നോക്കാൻ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഒരു കുന്തമൊക്കെ പിടിച്ചിട്ട് ആൾ വന്നിട്ട് പറഞ്ഞു അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. ഇപ്പം അത് എന്നോടും പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എനിക്ക് തോന്നണേ ആ മരത്തിൻ്റെ പ്ലാറ്റ്ഫോം ഇട്ടുകൊടുത്ത് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് നടക്കുമ്പോൾ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് പോരുത് എന്ന്. അപ്പോൾ അതേ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ. ഒരു മാജിക്കൽ ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. മണിയും കൂടി അടിച്ചപ്പോൾ പെർഫെക്റ്റായി. ഞാനിങ്ങനെ ലേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ അടുത്ത ആൾ അവിടെ നിന്ന് കയറി പോകാനല്ല കേട്ടോ പറഞ്ഞത്, എല്ലാവരോടും ഇവിടുന്ന് പോകാനാണ് പറയണത്. കാരണം മോശം ഖരാബാവുന്നുണ്ട്, അതായത് കാലാവസ്ഥ മോശമാവുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനാണ് കേട്ടോ അവർ പറയണത്, അല്ലാതെ അവിടെ നിന്നേനല്ല പറയണേ. അപ്പോൾ ഈ ലേക്കിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മളിപ്പോൾ ഗംഗാജലമൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നില്ല, അതുപോലെ ഇവിടുന്ന് ആൾക്കാർ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ നിൽക്കുന്ന സർദാർ അവിടുത്തെ ഒരു കർസേവക്കാന്ന് തോന്നുന്നു. ആളിവിടെ ഈ ലേക്കിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് കുടിക്കണത് ഗ്ലാസ്സിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടത് ഇങ്ങനെ നിൽക്കുമ്പോഴല്ലോ ഈ സൈഡിൽ ഈ ലേക്കിൽ നിന്ന് ആ വരുന്ന വെള്ളം ഇവിടെ കെട്ടിക്കിടക്കല്ല, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോട്ടോ. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഹേംഗംഗ എന്ന് പറഞ്ഞിട്ട് നദീനെ കുറിച്ച് വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലേക്കിൽ നിന്നാണ് ഹേംഗംഗ ഉത്ഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിറയുന്നു, എന്നിട്ട് എന്തൊരു രസമാണെന്ന് നോക്കിയേ, വന്ന് നിറയുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഹേംഗംഗയായിട്ട് ഒലിച്ച് അവിടെ പോകുന്നു. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന വെള്ളച്ചാട്ടമൊക്കെ എനിക്ക് തോന്നുന്നത് ഹേംഗംഗയാന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ടത് ഹേംഗംഗ പോയിട്ട് നമ്മുടെ ലക്ഷ്മൺ ഗംഗയിൽ പോയി ചേരുകയെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു ഫ്ലോ വെച്ചിട്ട്. അപ്പോൾ ഇപ്പുറത്ത് വേറെ എന്തോ എഴുതിയിട്ടുണ്ട്, ശ്രീ ലോക്പാൽ ലക്ഷ്മൺ മന്ദിറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും കൂടി പോകാം. ഇത് നമ്മുടെ ഇന്നലത്തെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിംഗ് ഫ്രണ്ടാണ്. ഹായ്. Can you take one pic? Why not? എന്നാലും ഇവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് നടന്നിരുന്നു കേട്ടോ. അവർ വേറെ ഏതോ ട്രക്കിംഗ് ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതും ഏറ്റവും ഹയസ്റ്റ് ലക്ഷ്മണൻ്റെ അമ്പലമാണ്. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, ഞാൻ വായിച്ചല്ല. ഞാനിവിടെ ഇങ്ങനെ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്ത് നിൽക്കണ നേരത്തെ ഒരാൾ വീഡിയോ കോൾ ചെയ്തിട്ട് പോവാണ്. ആരോ വീഡിയോ കോൾ ചെയ്തിട്ട് പറയുകയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ലക്ഷ്മണൻ്റെ അമ്പലമാണ്. ആയിരിക്കണം, കാരണം ലക്ഷ്മണൻ്റെ അമ്പലങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ചാടിക്കിടന്നോട്ടെ.
ശ്രീ ലക്ഷ്മൺ മന്ദിർ, അപ്പുറത്ത് ശിവൻ്റെയും ഒരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അവിടുത്തെ പോലത്തെ അത്ര പ്രശ്നമില്ല ഇവിടെ. ഇത്തിരി രസം നോക്കി അവരതോടെ ഇരിക്കണേ. എല്ലാം ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആരായാലും പക്ഷെ ഫോട്ടോ എടുത്തു. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. വെള്ളത്തിനുണ്ടല്ലോ ഇങ്ങനെ ഐസ് പോലെ കേട്ടോ വെള്ളം ഇരിക്കണേ. അത്രയും തണുപ്പാണ്. ഇവിടെയാണ് ആൾക്കാർ കുളിക്കുന്നത് കേട്ടോ. സമ്മതിക്കണം. ബ്യൂട്ടിഫുൾ പ്ലേസ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. നമുക്ക് ഹേമഗംഗയുടെ സൈഡിൽ കൂടെ നടന്നു നോക്കാം കേട്ടോ. ഇതിലെങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിഡ്ജ് കാണാനുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു കൊക്ക പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലങ്കറിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. എന്താ കിട്ടുമെന്നറിയില്ല. ഇനിയിപ്പോൾ ഭക്ഷണം കിട്ടുമെന്നറിയില്ല. അവിടെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വെതർ മോശമാവുന്നുണ്ട്, വേഗം പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നനയും തോന്നുന്നുണ്ട്. അവിടെയൊക്കെ നല്ല മഴയായിരിക്കും. എൻ്റെ പൊന്നോ, നോക്കി അതിങ്ങനെ പോകുന്നു. പിന്നെ അവിടെ നിന്ന് അതിങ്ങനെ ചാടിപ്പോവാണ് വെള്ളച്ചാട്ടമായിട്ട് കേട്ടോ. അടിപൊളി ലൊക്കേഷൻ കിടിലൻ. നമ്മൾ ആ കണ്ട സ്റ്റെപ്സ് ഇല്ലേ, നമ്മൾ കയറാതിരുന്ന സ്റ്റെപ്സ്, ആ സ്റ്റെപ്സ് കൂടെ ആൾക്കാർ ഇറങ്ങി വന്നാണ്. ദൂരെ അതെ ഈ കാണുന്ന മലയുടെ അപ്പുറത്ത് എവിടെയാണ് കേട്ടോ നമ്മുടെ ഗാംഗ്രിയ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല മഴക്കാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കുണ്ട് എന്നുള്ളതിനെ ലേക്ക് എന്നാണ് പറഞ്ഞത്. കുണ്ട് എന്ന് പറഞ്ഞാൽ ലേക്കല്ല, ബൗൾ. അപ്പോൾ ഹേം കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോൻ്റെ ഒരു ബൗൾ എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ ഈ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, സോറി ഈ ഗുരുദ്വാര ഉണ്ടല്ലോ, ഇത് പണിഞ്ഞേക്കുന്ന 1960s ഇത് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ഹർകിരാജ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ആർമിയിലത്തെ ഒരു എഞ്ചിനീയറാണ് ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. 1960s ആളെപ്പോഴും ഇവിടെ വന്നപ്പോൾ അങ്ങനെ ആൾ ഇവിടെ വന്ന് പ്ലാൻ ചെയ്ത ഒരു മാസ്റ്റർ പീസാണെന്നാണ് പറയുന്നത്. അത്രയും വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണെന്ന് പറയുന്നത് കേട്ടോ. हेलो अरे यार तू क्या बोला आपने मैं सीधा जाएगा कल जाएंगे. हाँ ठीक है, अच्छी बात. ठीक है. फोटो को भेजने आपने ठीक है. അപ്പോൾ ഞാൻ ആന്ധ്രയെന്നാണ് കേട്ടോ. ഇന്നലെ വാലി ഫ്ലവേഴ്സിലെ ട്രക്കിൽ കണ്ട് പരിചയപ്പെട്ടതാണ്. ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ചിലവരെ കാണുമ്പോൾ അവരിങ്ങനെ ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരെ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ അങ്ങനെ ആലോചിക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് പാത്രമൊക്കെ എടുത്ത് ഫുഡ് അടിക്കാം. इसको आप क्या बोलते हैं? खिचड़ी है? खिचड़ी. अच्छा. ഞാൻ ലക്ഷ്മൺ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് വന്നേ പിന്നെ മുകളിലേക്ക് ആരെയും കയറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറാത്തത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചു, ഒരു ചായയും കുടിച്ചു കേട്ടോ. ചായ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ട് ശരിക്കും. IMSൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ സിംറ്റംസും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ അവർ ഓടിച്ച് വിടുക കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇത് അവിടെ പോയിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോ പ്ലീസ് എൻ്റെ കൈ കൂപ്പിയിട്ടാണ് പറയണത് പോവെന്ന്. അപ്പോൾ വെതർ മോശമാണെന്ന് മാത്രമല്ല ഇവിടുന്ന് 2 മണിക്കെങ്കിലും ഇറങ്ങിയാലേ വൈകുന്നേരം ആൾക്കാർ ലേറ്റായി പതുക്കെ പോകുന്നവരും ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വൈകുന്നേരം ഒരു ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല തലവേദന, ഞാൻ പതുക്കെ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ആ ഒരു വല്ലാത്ത മൂടെല്ലാം അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട്. താങ്ങുനെ അതേ പുറകെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ങു അതേ പുറകിൽ ബാഗിന് തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ട്. തിരിച്ചിറങ്ങാൻ വേണ്ടല്ലോ ഒരു കമ്പനി കിട്ടി കേട്ടോ. ഇതാണ് ശിവാനി നോയിഡയിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ വാലി ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്യുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ഗ്രൂപ്പാണ്, ഒരു ട്രക്കിംഗ് ഗ്രൂപ്പിലാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വർത്താനം പറയാൻ ആരും ഇല്ലാണ്ട് ഞാൻ ശിവാനിയും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുകയാണ്. എനിക്ക് ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുത്തപ്പോൾ ഫുഡൊക്കെ തന്നു കേട്ടോ. ദാറ്റ് വാസ്
വെജ് ബിരിയാണി ഓർ പുലാവ് സംതിങ്. യാ, അപ്പോൾ അവർക്ക് ട്രക്കിംഗ് ഗ്രൂപ്പ് കൊടുക്കണതാണ്. അപ്പോൾ ആ ഫുഡ് എനിക്ക് തന്നു കുറച്ച് ഒരു പ്ലേറ്റിൽ. അതൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഒരു 3.5 കിലോമീറ്റർ കൂടി നടക്കാണ്ട്. മഴക്കാറ് മാറി നല്ല ചൂടായി. വെയിലടിക്കുമ്പോൾ മുഖം പൊള്ളുന്നൊരു ഫീലിംഗ്, അത്രയും ചൂട്. അങ്ങനെ വടിയും കുത്തി വെയിലും കൊണ്ട് നടന്ന് ഗാംഗ്രി എത്താറായപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് കഴിഞ്ഞ് വരുന്ന കൊച്ചിയിൽ നിന്നുള്ള അനു എന്ന പേരുള്ള ഒരു ചേച്ചീനെ കണ്ടു. കുറേ ദിവസം കൂടി മലയാളം സംസാരിക്കാൻ ഒരു കമ്പനി കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഞൊണ്ടി ഗാംഗ്രി എത്തി. ഗാംഗ്രിയിലുള്ള ഗുരുദ്വാരയിൽ ഫ്രീ ഡോർമെട്രി സൗകര്യമുണ്ട്. ഇന്ന് അവിടെ പോയി കിടക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ താഴെ എത്തിയപ്പോഴേക്കും ക്ഷീണം കാരണം സമാധാനമായിട്ട് വേഗം എവിടെയെങ്കിലും കയറി കിടന്നുറങ്ങിയാൽ മതിയെന്നായി. വേഗം പോയി ഒരു റൂം എടുത്ത് 100 രൂപയ്ക്ക് ഒരു ബക്കറ്റ് ചൂടുവെള്ളം വാങ്ങി കുളിച്ച് പുറത്ത് പോയിട്ട് ഒരു താലിയും കഴിച്ച് വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് തിരിച്ച് ട്രക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ. വേഗം റെയിൻകോട്ട് എടുത്തിട്ട് നടന്നു. മഴ മാത്രമല്ല, ഒപ്പം നല്ല മഞ്ഞും തണുപ്പും ഉണ്ട്. ലക്ഷ്മൺ ഗംഗ ക്രോസിംഗ് ബ്രിഡ്ജ് എത്താറായപ്പോഴേക്കും മഴ പതുക്കെ കുറഞ്ഞു തുടങ്ങി. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് സൈഡിലെ കടയിൽ കയറിയിട്ട് ഒരു വെജ് മാഗി പറഞ്ഞു. നല്ല വ്യൂവും ചാറ്റൽ മഴയും കോടമഞ്ഞും ചൂട് മാഗിയും. ആഹാ, ചേട്ടൻ നല്ല ആസ്വദിച്ചാണ് മാഗി ഉണ്ടാക്കിയെന്ന് കഴിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് കുതിരക്കുട്ടന്മാർ സാധനങ്ങളൊക്കെ കൊണ്ട് കയറി വരുന്നുണ്ട്. കടക്കാരനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി വീണ്ടും നടന്നു തുടങ്ങി. വഴിയിലൊന്നും ആരുമില്ല. തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മിക്സ് ഡ്രൈ ഫ്രൂട്ട് തണ്ടായി കുടിക്കണമെന്ന് രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം നടപ്പിലാക്കി പുൽന ഗ്രാമത്തിലെ ബൈക്ക് പാർക്കിങ്ങിലെത്തിയപ്പോൾ ഒരു ടാറ്റ സുമോ പുൽനയിൽ ആളെ ഇറക്കി ഗോവിന്ദ്ഘാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അതിൽ താങ്ങുവിനെയും കൊണ്ട് ചാടി കയറി കാഴ്ചകളും കണ്ട് വണ്ടിക്കാരനോട് ഓരോ കഥകളും പറഞ്ഞ് നേരെ ഗോവിന്ദ്ഘാട്ടിലേക്ക്. നാല് ദിവസം കൊണ്ട് 52 കിലോമീറ്റർ നടന്ന് യാത്ര തുടങ്ങിയോടുത്ത് വീണ്ടും എത്തിയേക്കാണ് കേട്ടോ. തിരിച്ച് ഗോവിന്ദ്ഘാട്ടിലെത്തി. നമ്മൾ ഇവിടുന്നാണ് കഴിഞ്ഞ ദിവസം വീഡിയോ തുടങ്ങിയ കേട്ടോ. ഇവിടുന്ന് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് 3.25 മണിക്കൂർ കൊണ്ട് നടന്നെത്തി കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ 6 മണിക്കൂർ എടുത്താണ്. അത് 7 മണിക്കൂർ അങ്ങനെ എന്തോ ആണ് എടുത്തത്. അത് തിരിച്ചുകൊണ്ട് നടന്നപ്പോൾ 3.25 മണിക്കൂർ കൊണ്ട് ഇവിടെ തിരിച്ചെത്തി. വണ്ടി എടുത്ത് തിരിച്ചിവിടെ എത്തി. അപ്പോൾ എന്തായാലും സംഭവം കിട്ടലിനായി. വിചാരിച്ച പോലെയൊക്കെ നടന്നു. വെതറൊക്കെ അടിപൊളിയായിരുന്നു. ഇന്ന് മാത്രമേ മഴ പെയ്തുള്ളൂ. ബാക്കി ഒരിക്കലും ഒരു വെതർ ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെ ഇതേ ഈ ചുള്ളനുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഈസിയായി. ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിർത്തുന്നില്ല, കൂടെ കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സും ഹേംകുണ്ടൊക്കെ പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ നമ്മുടെ താങ്ങുവിനെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഞാൻ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെത്തിയ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കണം. വേഗം ഇവിടുന്ന് കെട്ടിപ്പൂട്ടി പറക്കി ബദ്രിയിലേക്ക് പോവാണ്. കാരണം ഇവിടെ ഇന്റർനെറ്റ് ഇല്ല, ഫോൺ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മോശം ഫുഡാണ്, ഭയങ്കര വൃത്തിയായിട്ടൊരു സ്ഥലമാണ്. എന്തുകൊണ്ടും ഗോവിന്ദ്ഘാട്ടിൽ ഇന്ന് നിൽക്കരുത് എന്നുള്ളൊരു ഐഡിയയിലാണ് അവിടുന്ന് ഇങ്ങനെ അതങ്ങനെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ പോക്കും തിരിച്ചു വരവും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ബദ്രിയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.